ഇപ്പോ ഐസിയുന്ന് മാറ്റി മോളെ വാർഡിലാണ് ആക്കിയിരിക്കുന്നത് 8ാം വാർഡിനകത്ത്. അപ്പൊ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു വാർഡ് കണ്ടപ്പോ. പിന്നെ ഞാൻ എല്ലായിടത്തും സംസാരിച്ച് അവര് അതിനുള്ള നീക്കങ്ങൾ ചെയ്ത് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ 2 ദിവസമായി. പിന്നെ ചെറിയ ചെറിയ മാറ്റങ്ങളുള്ളിൽ ഞാൻ കാണുന്നുണ്ട്. അടുത്ത് തന്നെ ഇപ്പൊ ഉള്ളത് കൊണ്ട് കണ്ണൊക്കെ ഇടത്തെ കണ്ണ് അത്ര അങ്ങനെ ഓപ്പൺ ആക്കില്ലായിരുന്നു. അപ്പൊ ചെറുതായിട്ടൊന്ന് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. പിന്നെ ഇടത്തെ കാൽ നന്നായിട്ട് അനക്കും. അതുപോലെ തന്നെ ഇടത്തെ കൈയും കാലുമാണ് മെയിൻ ആയിട്ട് അവൾക്ക് ഒന്നും പറ്റാതെ ശരീരഭാഗത്തുള്ളതെന്ന് പറയണത്. പിന്നെ തലച്ചോറിൻ്റെത് ചതവ് ഡോക്ടർ ഇവിടെ പറയുന്ന വെച്ചാൽ സർജറി ഒന്നും ഇല്ലെന്ന് ആദ്യമേ ഞങ്ങൾക്ക് പറഞ്ഞ കാര്യം. സർജറിയോ മെഡിസിനോ ഒന്നും ഇല്ല, അതിന് കാലക്രമേണ അവള് മാറണമെന്നാ പറയുന്നത്. കാലക്രമേണ എന്ന് പറയുമ്പോൾ എത്ര നാളൊന്നും ഇല്ല. ഇപ്പം ഞങ്ങളെല്ലാവരും കുടുംബക്കാരുമായി എല്ലാവരും കൂടെ ആലോചിച്ച് ഇപ്പൊ അവിടെ എറണാകുളത്ത് അമൃതയിൽ കൊണ്ടുപോകണമെന്നുള്ളതാണ്. അവിടെ ആകുമ്പോൾ കുറച്ചും കൂടി ഈ ഒരു ന്യൂറോയുടെ ഞരമ്പിനുള്ള പ്രശ്നങ്ങൾക്ക് കുറച്ചും കൂടി ട്രീറ്റ്മെന്റ് കിട്ടുമെന്ന് എല്ലാവരും ഞങ്ങൾ അന്വേഷിച്ച എല്ലാവരും എല്ലാം തന്നെ പറയുന്നത് അതായിരിക്കും, അത് കുറച്ചും നല്ലതായിരിക്കും. അപ്പം ആ ഒരു മനസ്സിനകത്തുണ്ട് ഡോക്ടറോട് സംസാരിക്കണം. സാറ് ഓക്കെ പറഞ്ഞാല് അങ്ങോട്ട് മാറ്റണമെന്നതാണ് എൻ്റെ ഒരു. അതിന് ഭീമമായിട്ടുള്ള ഒരു ചികിത്സാ ചെലവ് നമ്മുടെ കുടുംബത്തിന് താങ്ങുമോ? അതെങ്ങനെയാ അത് ഹാൻഡിൽ ചെയ്യുക? അതൊക്കെ ചോദിച്ചാല് അത് ഭീമമായ ചെലവ് തന്നെയാണ്. അവിടെയൊക്കെ നല്ല പൈസ വേണം. അതെന്താണ് എന്നുള്ളത് എന്റെ മുമ്പിൽ ഇപ്പൊ ഒരു ചോദ്യചിഹ്നമാണ്. ഇപ്പൊ ഞാൻ അതൊന്നും എന്റെ മോളെ എവിടെ കൊണ്ടുപോയാലും അവളൊന്ന് പഴയതുപോലെ അല്ലെങ്കിൽ പോലും ഒന്ന് സംസാരിക്കാനും ഒക്കെ എന്ന് വരണമെന്നുള്ളതാണ് ഇപ്പത്തെ എന്റെ ഒരു പ്രാർത്ഥന. കാരണം ഇപ്പോൾ അവളൊന്നും സംസാരിക്കുന്നില്ല. ഞങ്ങളൊന്ന് എന്നെ പോലും കണ്ടിട്ട് തിരിച്ചറിയുന്നില്ല. ജസ്റ്റ് നോക്കി കിടക്കുമെന്നല്ലാതെ അവള് അമ്മയാണെന്നോ ചേച്ചിയാണെന്നോ ഏട്ടനാണെന്നോ ഒന്നും നമുക്ക് അറിയില്ല. പിന്നെ ആ ഒരു വെപ്രാളൊക്കെ കാണുമ്പം കുറച്ചുകൂടി ബെറ്റർ ചികിത്സ കിട്ടുന്നിടത്തോട്ട് കൊണ്ടുപോയാൽ അവള് ഒന്നും കൂടി ഓക്കെ ആവുമല്ലോ എന്നൊരു സമാധാനം. അത് ഹൈ കെയറിംഗ് വാർഡാണ്. പക്ഷെ അവിടെ ഒരുപാട് പേരുണ്ട്. അത് ആക്സിഡന്റ് കേസ് അല്ല, എല്ലാ രീതിയിലുള്ള സർജറികളും അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുള്ളതാണ്. അപ്പൊ അതിൻ്റെതായ ഒരു വിമിഷ്ടവും വിഷമവും എനിക്കും ഉണ്ടായിരുന്നു. ഞാൻ എല്ലാവരോടും പറയുകയും ചെയ്ത്. പിന്നെ ഡോക്ടർമാർ അവളെ രക്ഷിച്ച് ഇപ്പൊ ഈ ലെവലിലെങ്കിലും കൊണ്ട് തന്ന ഡോക്ടർമാർ എന്നോട് സംസാരിച്ചപ്പോൾ ഞാനത് അവരുടെ വാക്കിൽ ഞാൻ ഓക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഡിസ്ചാർജ് ആകുമ്പോൾ എവിടെയൊക്കെ മാറ്റാമെന്നായിരുന്നു. പക്ഷെ അതുവരേക്കും ഡോക്ടറോട് ഒന്നും കൂടി ഒന്ന് സംസാരിച്ചിട്ട് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് മാറ്റാം എന്നുള്ളതാണ് എൻ്റെ ഒരു മനസ്സിനകത്തുള്ള പേടിയാണ് കൂടുതൽ. എനിക്ക് എന്തെങ്കിലും ഇൻഫെക്ഷനോ കാര്യങ്ങളോ ആവുന്നുള്ള പേടിയാണ് കൂടുതലും ഇപ്പോൾ ഉള്ളത്. ഈ ഒരു വിവരം റെയിൽവേ അധികൃതരുമായിട്ട് നമ്മൾ സംസാരിച്ചിരുന്നു, ഇങ്ങനെ കുട്ടിയെ ഇവിടെ നിന്ന് നമുക്ക് മാറ്റേണ്ടതുണ്ട് എന്ന് അവരോട് പറഞ്ഞിട്ടുണ്ടോ? ഞാൻ എല്ലാവരോടും പറഞ്ഞു. 16-ാം തീയതി അവളെ വാർഡിലോട്ട് മാറ്റിയപ്പോ തന്നെ വൈകിട്ടും പിറ്റേന്നായിട്ട് ഞാൻ എല്ലാരെയും വിളിച്ച് പറഞ്ഞു എനിക്ക് ഇവിടെ വേണ്ട, എനിക്ക് മാറ്റണം, എനിക്ക് ഈ വാർഡ് വേണ്ടാന്ന്. അപ്പൊ എല്ലാരും വന്നിട്ടുണ്ടായിരുന്നു. എല്ലാരും വന്ന് ഡോക്ടേഴ്സും റെയിൽവേന്നും റെയിൽവേ പോലീസും ഒക്കെ എല്ലാരും വന്ന് കണ്ടിട്ടാണ് അവരും പോയത്. അപ്പോൾ ഈ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എറണാകുളത്തേക്ക് കൊണ്ടുപോകുന്ന വിവരം നമ്മുടെ മനസ്സിൽ ഇപ്പോൾ ഒരു ആഗ്രഹം പോലെ ഇരിക്കുന്നതേ ഉള്ളൂ അല്ലേ? നമ്മൾ ആരോട് സംസാരിച്ചിട്ടില്ല. ഞാനത് ഡോക്ടേഴ്സിനോട് ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടില്ല എങ്കിൽ പോലും ഞാൻ അവരുടെ പറയാതെ പറഞ്ഞിട്ടുണ്ട്. ഇവിടുന്ന് ഒന്നെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ ഈ വാർഡ് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞത് അങ്ങനെയായിരുന്നു, കെയറിങ് കൊടുത്താൽ മതിയെങ്കിലും ഞാൻ വീട്ടിൽ കൊണ്ടുപോയി നോക്കിക്കോളാം, അല്ലെങ്കിൽ എനിക്ക് വേറെ പ്രൈവറ്റ് ആശുപത്രിക്ക് മാറ്റി തരണം. അതൊന്നും അല്ലെങ്കിൽ നെടുമങ്ങാട് താലൂക്കിലെങ്കിലും ഒരു പേ വാർഡ് എടുത്തിട്ട് എനിക്ക് അങ്ങോട്ട് കൊണ്ടുപോകണം എന്നാണ്. എനിക്ക് വാർഡ് വേണ്ട. പിന്നെ ഡോക്ടർമാര് അവളെ ചികിത്സിച്ച് ഈ ഒരു നിലയിലെത്തിച്ച ഡോക്ടർമാരുടെ വാക്ക് നമ്മൾ ധിക്കരിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ അവര് പറഞ്ഞത് ഞാൻ എങ്കിൽ കൂടി ഈ ഒരു കാലഘട്ടം വരെ ഒരുപക്ഷെ ഈ ചികിത്സയുടെ ഭൂരിഭാഗവും നിർവഹിച്ചത് നമ്മുടെ കേരള ഗവൺമെന്റ് ആണ്, ആരോഗ്യവകുപ്പാണ് അല്ലേ? അതെ അതെ. അപ്പോ തുടർന്നും ഈ രൂപത്തിൽ നമുക്കൊരു ഹോസ്പിറ്റലിലേക്ക് ഒരു മാറ്റം ആഗ്രഹിക്കുന്നെങ്കിൽ അവരുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു സഹായം പിന്നെ തുടർന്ന് കിട്ടാൻ ചാൻസ് ഉണ്ടോ? അതിനെക്കുറിച്ചൊന്നും എനിക്ക് അറിയില്ല. അതിനെക്കുറിച്ച് അറിയത്തുമില്ല. ആരോട് ചോദിക്കണമെന്നും എനിക്കറിയില്ല. ഇപ്പൊ തുടർന്ന് അവര് ഇതുപോലെ സഹായിക്കുമെന്നുണ്ടെങ്കിൽ അത് വലിയൊരു ഉപകാരമായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ മറ്റുള്ളവരുമ്പോ തന്നെ ചോദിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾക്ക് ഭയം തോന്നുന്നത് ഈ ഒരു ഗ്രൂപ്പ് ഓഫ് പേഷ്യൻസ്, ധാരാളം രോഗികൾ ഒരുമിച്ച് കിടക്കുന്ന സ്ഥലത്ത് ഈ കുട്ടി കിടക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കഴിഞ്ഞ ഒരു 3 ദിവസത്തെ ഒരു അവസ്ഥ അല്ലേ? അപ്പോൾ മെഡിസിനൊക്കെ കുറിച്ച് തരികയാണ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മള്
ND-ICU നിന്നപ്പോൾ അവർ തന്നെയാണ് എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾക്ക് ഡോക്ടേഴ്സ് വരുമ്പോൾ എന്താണെന്ന് റിസൾട്ട് എന്താണെന്ന് അല്ലെങ്കിൽ അന്നത്തെ അപ്ഡേറ്റ് എന്താണെന്ന് പറയുന്നതല്ലാതെ നമുക്കൊന്നിനും പുറത്ത് പോകേണ്ടി വന്നില്ല. അതായത് കാരുണ്യയിലോ അല്ലെങ്കിൽ മറ്റ് മെഡിക്കൽ ഷോപ്പിൽ പോകേണ്ടി വന്നിട്ടില്ല. ഇപ്പൊ അങ്ങനെയല്ല, നമ്മൾ തന്നെ പോകണം. നമ്മൾ സ്ലിപ്പ് മേടിച്ച് ഇവിടെ താഴെ കാരുണ്യയിൽ കൊണ്ടുവന്ന് അതിന്റെ സീല് വാങ്ങിച്ച് മെഡിക്കൽ ഷോപ്പിൽ പോയി നിന്ന് മരുന്ന് വാങ്ങി തന്നെ നമ്മൾ പോകണം. മോളടുത്ത് ഇപ്പോൾ ഒരാളില്ലാന്നുണ്ടെങ്കിൽ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഓരോരുത്തരും ഞാൻ വിളിച്ച് നിർത്തുന്നത്. ശരിക്കും ഏതെങ്കിലും രീതിയിലുള്ള ഒരു സഹായം നിങ്ങൾക്ക് കിട്ടാത്തിടത്തോളം ഈ ഒരു ആഗ്രഹം എങ്ങനെ സബലീകരിക്കാനാകും? അതിന് ആരിൽ നിന്നാണ് നമ്മൾ പ്രതീക്ഷ വയ്ക്കേണ്ടത്? പ്രധാനമായിട്ടും റെയിൽവേ അധികൃതർ അതിനു വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് നമുക്ക് തരേണ്ടതാണ്. അവരെ അപ്പോൾ നമ്മൾ ആദ്യമേ ഇത് ധരിപ്പിക്കേണ്ടതുമാണ്. ഇവിടുത്തെ അവസ്ഥ അവർ വന്ന് കാണുന്നത് തന്നെയല്ലേ ഇവിടുത്തെ ഒരു ഇപ്പോഴുള്ള സ്ഥിതി എന്താന്ന് കണ്ടായിരുന്നു. വന്ന് കണ്ടായിരുന്നു. അപ്പൊ അവര് പറഞ്ഞോ ഒരു പക്ഷേ ഇങ്ങനെ പ്രൈവറ്റിലേക്ക് മാറ്റാനുള്ള ഒരു ഓപ്ഷൻ ഉള്ളതായിട്ട്? ഇല്ല, എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. മോളെ വന്ന് കണ്ട് എങ്ങനെയാണെന്ന് ചോദിച്ചു. അല്ല, വേറെ പ്രത്യേകിച്ച് എന്നിട്ട് അങ്ങനെ ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ കൊണ്ടുപോകാം അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞതാണ്, ഞാൻ അന്വേഷിച്ചപ്പോൾ എന്നോട് പറഞ്ഞതാണ്, ഞാൻ ഈ അങ്ങനെയാണ് അമൃതയിൽ പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടി ബെറ്റർ ചികിത്സ കിട്ടും. ഇപ്പം 6 മാസം എന്നുള്ള ചിലപ്പോൾ 4 മാസം കൊണ്ട് അവൾ കുറേയൊക്കെ ഓക്കെ ആവുമെന്ന് പറഞ്ഞത് കേട്ടപ്പം എനിക്കൊരു അങ്ങനെയെങ്കിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവൾ ഓക്കെ വരൂലേ. അപ്പൊ ഈ ഒരു അവസ്ഥ അത് കണ്ടുകൊണ്ട് നിൽക്കുന്നവർക്ക് അതിന്റെ ആ ഒരു വിഷമം മനസ്സിലാവും. കൊണ്ടുപോയി കഴിഞ്ഞാൽ അവൾ ഓക്കെ വരൂലേ. അപ്പൊ ഈ ഒരു അവസ്ഥ അത് കണ്ടുകൊണ്ട് നിൽക്കുന്നവർക്ക് അതിന്റെ ആ ഒരു വിഷമം മനസ്സിലാവും. അപ്പോൾ ഈ കുഞ്ഞിനെ ചികിത്സയ്ക്കായിട്ട് നമ്മളിപ്പോൾ ഒരു സത്യത്തിൽ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് പോലുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത് കാര്യമായ ഒരു പുരോഗതി നമുക്ക് കുട്ടിയുടെ ആരോഗ്യനിലയിൽ കിട്ടുന്നില്ല എന്നുള്ളത് കൊണ്ടല്ലേ? എന്ന് ചോദിച്ചാല് അങ്ങനെയല്ല. ഇവിടെ വെച്ചാല് സർജറിയാണ് ഏറ്റവും കൂടുതലും ഇവിടെ ഉള്ളത്. ഇവൾക്ക് ഞരമ്പിനാണ് പ്രശ്നം. അപ്പം സ്പീച്ച് തെറാപ്പി അങ്ങനെയൊക്കെയുള്ള ഇതാണ് അവൾക്ക് മെയിൻ വേണ്ടത്. അപ്പൊ അവിടെ ആകുമ്പോൾ അതെല്ലാം ഉണ്ടാവും, അത് ആ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോഴത്തെ വെച്ചാല് ഇവിടെ വാട്ടി കിടക്കുന്ന ഞങ്ങൾ തന്നെയാണ് അവളെ നോക്കുന്നതും അവളുടെ കാര്യങ്ങളെല്ലാം ഞങ്ങൾ തന്നെ ചെയ്യുന്നത്. പിന്നെ ഡോക്ടേഴ്സ് എല്ലാവരും വന്ന് കാണുന്നുണ്ട്. ഇപ്പം മരുന്നൊക്കെ നോക്കിയിട്ട് ചെക്ക് ചെയ്ത് അതിൻ്റെ കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. വേറെ ഫിസിയോതെറാപ്പി ചെയ്യുന്നുണ്ട്. പക്ഷെ അവൾക്ക് അതിൽ കൂടുതലും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളത് കൊടുക്കണമെന്നാണ് കാണുന്നവരും അവളെ കണ്ടവരും എല്ലാം പറയുന്നത്. അങ്ങനെയാണ് കുറച്ചും കൂടി അമൃതയിൽ പോയി കഴിഞ്ഞാൽ അതൊക്കെ കിട്ടും, കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് വരും. പക്ഷെ അത് മുമ്പോട്ട് അവിടെ കൊണ്ടുപോയി ചികിത്സാ കാര്യങ്ങൾ, അവിടുത്തെ വലിയ തുക, ഇതൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അത് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമെന്നും എനിക്കറിയില്ല. ഇതുവരെ അങ്ങനെ സംസാരങ്ങൾ ഉണ്ടായിട്ടില്ല. ഞങ്ങൾ അങ്ങോട്ട് അമൃതയെ കൊണ്ടുപോകുന്ന ഒരു ആവശ്യം ഞാൻ ഗവൺമെന്റിനോട് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതിനോട് ഞാൻ പറഞ്ഞിട്ടില്ല. ആരോടാണ് പറയേണ്ടതെന്നും എനിക്ക് അറിയില്ല. അതാണ് മെയിൻ റീസൺ. പിന്നെ ഇവിടെ വന്നിടത്തൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഇവിടെ പറ്റില്ല, അവളെ വേറെ അങ്ങോട്ട് മാറ്റണം. അതും മെയിൻ വാർഡ് കണ്ടിട്ട് തന്നെയാണ് എനിക്ക് ടെൻഷൻ കയറിയത്. എന്തെങ്കിലും ഇൻഫെക്ഷൻ ആയാൽ ഞാൻ തന്നെ കരയണം. പിന്നെയും കിടന്ന് എനിക്ക് കരയാൻ വയ്യ, പിന്നെ കരച്ചിലൊന്നും ഉണ്ടാവത്തില്ല. അപ്പോൾ ഇനി മുമ്പോട്ട് എങ്ങനെ, അല്ലെങ്കിൽ അവളുടെ ചികിത്സാ ചെലവ് എങ്ങനെ, അതൊരു ചോദ്യചിഹ്നം തന്നെയാണ് എൻ്റെ മുന്നിൽ ഇപ്പോൾ. ഞാൻ ചോദിക്കുന്നത്, നമ്മളിപ്പോൾ അമൃതയിലോട്ട് പോകുമ്പോൾ ഇവിടെ ആവുമ്പോൾ നമ്മുടെ സ്വന്തം നാട്, അവിടെ ആവുമ്പോൾ അവിടെ നമുക്ക് ഫാമിലിക്ക് തൽക്കാലം സ്റ്റേ ചെയ്യാനൊരു ഫെസിലിറ്റി വേണം. ഈ കുട്ടിയെ കൂടെ ഹോസ്പിറ്റലിൽ പോയി കാണാൻ കഴിയണം. അതേപോലെ ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ട ചിലവുകൾ മീറ്റ് ചെയ്യണം. എത്ര ദിവസം നീണ്ടു നിൽക്കും എന്ന് നമുക്ക് അറിയാത്ത ഒന്നാണ്. എത്ര ദിവസം കിടന്നാലാണ് ഈ കുട്ടി ഒരു റിക്കവറി സ്റ്റേജിലേക്ക് വരിക എന്ന്. അവിടെയൊക്കെയാണ് നമ്മുടെ ഒരു ഉത്കണ്ഠ നിലനിൽക്കുന്നത്. അതിന് തീർച്ചയായിട്ടും റെയിൽവേ വകുപ്പിൻ്റെ ഒരു മറുപടി നമുക്ക് കിട്ടണ്ടേ? എവിടെ കൊണ്ടുപോയാലും ഈ കുട്ടിയെ രക്ഷപ്പെടുത്തി നമുക്ക് തിരികെ തരേണ്ട ഉത്തരവാദിത്വം അവരുടെ ഭാഗത്ത് തന്നെ അല്ലേ ഉള്ളത്? ഏതെങ്കിലും ഭരണാധികാരികളോ കേന്ദ്ര മിനിസ്റ്റേഴ്സോ ആരെങ്കിലും നമ്മൾ വന്ന് കണ്ടായിരുന്നോ? ഇതുമായിട്ട് ബന്ധപ്പെട്ട് MLA-യോ ആരെങ്കിലും? സ്റ്റാർട്ടിങ്ങിൽ, അതായത് നമ്മൾ വന്ന സമയത്ത് കഴിഞ്ഞ മാസം ആരോഗ്യവകുപ്പ് മന്ത്രി വന്നായിരുന്നു, ശിവൻകുട്ടി സാർ വന്നായിരുന്നു, പിന്നെ ചിഞ്ചുറാണി മാഡം വന്നായിരുന്നു, ശ്രീമതി ടീച്ചർ. ഇപ്പോ അവരാരും തിരിഞ്ഞു നോക്കുന്നില്ല, ആരും പിന്നെ വന്നിട്ടില്ല. പിന്നെ ആരും വന്നിട്ടില്ല. വരികയോ എന്തായി എന്ന് തിരക്കുകയോ ഇല്ല. നിങ്ങളുടെ കയ്യിൽ അവരുടെ നമ്പേഴ്സ് എന്തെങ്കിലും ഉണ്ടോ? എൻ്റെ അടുത്ത് PK ശ്രീമതി ടീച്ചറിന്റെ നമ്പർ ഉണ്ടായിരുന്നു, എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഫോണിൽ. പക്ഷെ ഇപ്പോൾ നമ്പർ പോയി, എൻ്റെ കയ്യിൽ നിന്ന് ഫോണിന് കംപ്ലൈന്റ് ആയി റെഡിയാക്കിയപ്പോഴത്തേക്കും നമ്പരൊക്കെ പോയി. പിന്നെ ആരും നമ്പരില്ല. വീണ്ടും ഈ അമ്മയിലേക്ക് ഈ കുഞ്ഞിനെ ഈ അവസ്ഥയിൽ കിട്ടുകയാണ്. അമ്മ മാത്രം കൊണ്ട് എവിടേക്ക് ഓടാനാണ്? വന്നവരൊക്കെ
ആൾമോസ്റ്റ് മറന്ന അവസ്ഥയിലാണിപ്പോൾ. ഒരുപക്ഷെ അവരെയൊക്കെ ഇനി ഓർമ്മിപ്പിക്കേണ്ടി വരുമെന്നാണ് നമുക്ക് തോന്നുന്നത്. എന്തു പറയുന്നു? അങ്ങനെയാണെങ്കിൽ ഇവരെയൊക്കെ ഒന്നുകൂടി അറിയിക്കണ്ടേ എൻ്റെ ഒരു അവസ്ഥ ഇപ്പോൾ ഈ നിലയിലാണ് എന്ന്? വന്നവരൊക്കെ ആ സമയത്ത് കൊട്ടിഘോഷിച്ചിട്ട് പിരിഞ്ഞു പോയതല്ലേ? അതാണ്. അപ്പൊ നമ്മളിപ്പോ എങ്ങനെ അവരെ ഇപ്പൊ അറിയിക്കുക? ഇത് വീണ്ടും ഒരു വാർത്താ പ്രാധാന്യത്തിലേക്ക് പോകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ കാര്യങ്ങൾ നിലനിൽക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇനി മുമ്പോട്ട് ഇപ്പൊ മോളെ ഞാനിപ്പോ ഇവിടുന്ന് ഇപ്പൊ അമൃതയിൽ കൊണ്ടുപോയില്ലെങ്കിൽ പോലും ഞാനിപ്പോ അവളെ തിരിച്ച് ഡിസ്ചാർജ് ആക്കി വീട്ടിൽ കൊണ്ടുപോയി കെയറിങ് കൊടുത്താൽ മതി എന്ന് പറഞ്ഞാൽ പോലും അത് എങ്ങനെ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ് എനിക്ക്. കാരണം എനിക്കിപ്പോ ജോലിയില്ല, ഞാൻ ജോലിയില്ല. ഞാനാണ് എന്റെ വീട്ടിലെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കുന്നത് ഞാനാണ്. അമ്മേനെയും 2 മക്കളുടെയും കാര്യങ്ങളൊക്കെ. പിന്നെ ആ മോന് ചെറിയൊരു ജോലി ഉള്ളത് കൊണ്ടാണ് അവന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പോകുന്നത്. അവനും ഇപ്പൊ ഇവിടെ ഉണ്ട്. കാരണം മോളടുത്ത് ഞാൻ ഒറ്റയ്ക്ക് പറ്റാത്തതുകൊണ്ട് അവനും അവന്റെ പെണ്ണും കൂടിയാണ് അവളും കൂടിയാണ് എനിക്ക് കൂട്ടി നിൽക്കുന്നത്. അവളാണ് എല്ലാ കാര്യങ്ങൾക്കും എനിക്കൊരു സപ്പോർട്ടായിട്ട് ഇപ്പൊ ഉള്ളത്. അപ്പൊ എങ്ങനെയാന്നുള്ളതും അതും ഒരു ചോദ്യചിഹ്നമാണ്. എനിക്കറിയില്ല. എല്ലാം ഞാൻ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ വാർത്ത ഈ ഏകദേശം 50,000-40,000 ആൾക്കാർ കാണുകയാണ്. കൂട്ടത്തില് നമ്മെ സഹായിക്കാൻ കഴിയുന്ന ആരെങ്കിലും മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ വലിയ ഉപകാരമായിരുന്നു എന്ന് തോന്നണല്ലേ ഇപ്പോൾ? തീർച്ചയായിട്ടും തോന്നുന്നുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. കുറഞ്ഞ പക്ഷെ ആ കുട്ടിയുടെ ചികിത്സാ ചെലവുകളും അതെ തീർച്ചയായിട്ടും ഉണ്ട്. ഇവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നിട്ട് ഇതുവരെ എത്രയോ 40-46 ദിവസങ്ങളാവുന്നു അല്ലേ? 46 അല്ല, 54 ദിവസം കഴിഞ്ഞു. കാര്യമായിട്ട് ഒരു റെസ്പോൺസും റെയിൽവേയുടെ ഭാഗത്തൊന്നും ഉണ്ടാവുന്നില്ല. റെയിൽവേന്ന് വന്നിട്ടുണ്ടായിരുന്നു. ഇടയ്ക്ക് ഒരു സാറ് വന്ന് മേഡം കൂടി വന്ന് കുറച്ച് പൈസ എനിക്ക് തന്നിട്ട് പോയിട്ട് ചിലവും കാര്യങ്ങളൊക്കെ ആയിട്ടെന്ന് പറഞ്ഞു. പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് ചെലവിനെന്ന് പറഞ്ഞിട്ട് എനിക്കൊരു 15 അക്കൗണ്ട് ഇട്ട് തന്നായിരുന്നു. അത് തന്നെയാണ് റെയിൽവേന്ന് എനിക്ക് അവർ അത്രയും തന്നായിരുന്നു. പിന്നെ റെയിൽവേയിലെ സാർ ഒരാൾ വിളിച്ചിട്ടുണ്ട്, എന്താണ് ഏതാന്ന്. ആ സാറായിരുന്നു ആദ്യം മുതൽ ഇവിടെ ഉണ്ടായിരുന്നു വരെയൊക്കെ ചെയ്തത്. ഇപ്പൊ ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു, എന്തായി, ഞാൻ ഉടനെ വരാന്ന് പറഞ്ഞിട്ട്. അപ്പൊ എന്തായാലും നമ്മുടെ ഈ വിവരം അവരെ അറിയിക്കേണ്ടതായിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിൽ അർത്ഥമില്ല എന്ന് തോന്നുന്നെങ്കിൽ ഫർദർ ട്രീറ്റ്മെന്റിനായിട്ട് ഏതെങ്കിലും ഇതുപോലെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്രൈവറ്റ് ആണെങ്കിൽ അവിടെ കൊണ്ടുപോകേണ്ട ആവശ്യം നമ്മൾ ഉന്നയിക്കേണ്ടതായിട്ടുണ്ട്. അത് വരും ദിവസങ്ങളിൽ നമ്മൾ അവരോട് അറിയിക്കണം, രേഖാമൂലം തന്നെ അറിയിക്കണം. കാരണം അധികാരികൾ തിരിഞ്ഞു നോക്കാതെ ഇവിടെ ഇപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാനാണ്? ഒരു അമ്മ മാത്രം. നമ്മുടെ ആരോഗ്യമന്ത്രിയെ പിന്നെ വിളിച്ചിരുന്നോ? ഇല്ല, അവരും വിളിച്ചിട്ടില്ല. അവരൊക്കെ ഇത് ഹോസ്പിറ്റലിൽ വിളിച്ച് ചോദിച്ചിട്ടുണ്ടോ ഇല്ലെന്ന് അറിയില്ല. പക്ഷെ എന്നെ പിന്നെ ആരും വിളിച്ചിട്ടോ അല്ലെങ്കിൽ എന്താണെന്ന് ആരും അന്വേഷിച്ചിട്ടില്ല. അപ്പൊ എല്ലാവരും മറന്ന ഓളിലാണ് ഇപ്പോ ശ്രീകുട്ടിയുടെ വിവരങ്ങളെല്ലാം അല്ലേ? അന്നത്തെ ആ ഒരു ദിവസത്തെ ഇതുവരെയും നമുക്ക് തരണം ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയിലാണ് ഇപ്പോ. ആഹാരമൊക്കെ ലിക്വിഡ് ഫോമിൽ തന്നെ കൊടുക്കുകയാണ്. അങ്ങനെ തന്നെ ട്രക്കോസ്റ്റോമി കഴുത്തിൽ കൂടെ തന്നെ കൊടുത്തോണ്ടിരിക്കുകയാണ്. അതേപോലെ ആ കുട്ടിയുടെ ബ്രീത്തിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ബ്രീത്ത് ഇപ്പൊ അവൾക്ക് നോർമലായിട്ട് വരുന്ന 99-100 അങ്ങനെ നിൽക്കുന്ന ഒരു ഇത്, അതില് പ്രശ്നമൊന്നുമില്ല. പക്ഷെ ചില സമയത്ത് അവളുടെ ഒരു വെപ്രാളവും ഒരു ബ്രീത്ത് എടുക്കുന്നതൊക്കെ കാണുമ്പോൾ നമ്മൾ അടുത്തിരിക്കുന്നില്ലേ, അപ്പോ അത് കാണുമ്പം കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളത് കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പൊ അവൾക്ക് ആ ഒരു വെപ്രാളം കാണിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു എന്താ പറയാ, അതൊന്നും കൂടി ഓക്കെ ആവും. ഇടയ്ക്കിടയ്ക്ക് പനിയും മറ്റും പനിയുണ്ട്, അതിപ്പോഴും ഉണ്ട്. ഇന്നലെ അല്ല മെനിങ്ങാൻ നല്ല പനിയായിരുന്നു. ഇന്നലെ പനി ഉണ്ടായിരുന്നു. മെനിങ്ങാന്ന് പിന്നെ ഞാൻ ഉറങ്ങിയിട്ടില്ല, നോക്കി ഇരുന്ന് 3-4 തവണ തുടച്ചു കൊടുത്തായിരുന്നത്. പനിയുണ്ട്. ഇങ്ങനെ മെഡിക്കൽ കോളേജിന്റെ ഇവിടെ വരാന്തകൾ തോറും ആ അമ്മ ഒറ്റയ്ക്ക് ഓടി നടക്കുകയാണ്. അന്ന് കൂട്ട കോലാഹലത്തിനിടയിൽ ആരോഗ്യവകുപ്പിൽ നിന്നും മറ്റുമൊക്കെയുള്ള അധികാരികൾ വന്നിരുന്നു, കണ്ടിരുന്നു. പക്ഷെ ഇപ്പം ആരും തിരിഞ്ഞു നോക്കുന്നില്ല എന്ന പരാതിയാണ് അവർക്കുള്ളത്. കുട്ടിയെ എത്രയും വേഗം കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും സംവിധാനങ്ങളിലേക്ക് കൊണ്ടുപോകണം എന്നാണ് അവർ പറയുന്നത്. പക്ഷെ അതിനു വേണ്ടിയിട്ടുള്ള ചികിത്സാ ചെലവുകൾ മീറ്റ് ചെയ്യാൻ അവർക്ക് ഈ ഒരു അവസ്ഥയിൽ കഴിയില്ല. ഏതെങ്കിലും രീതിയിൽ കഴിയുമായിരുന്നെങ്കിൽ ഇപ്പോൾ തന്നെ അവർ കൊണ്ടുപോയേനെ എന്നാണ് മനസ്സിലാക്കാനാവുന്നത്. ഇത് ക്ലീൻ ചെയ്യുന്ന കാര്യം പറഞ്ഞിരുന്നായിരുന്നു, ബാക്കി നമുക്കൊന്നും പറഞ്ഞു തന്നിട്ടില്ല. അപ്പൊ ഫുഡ് കൊടുക്കുന്ന കാര്യമൊക്കെ നമ്മൾ തന്നെ ക്ലീൻ ചെയ്യുന്നത്, ഡ്രസ്സ് മാറ്റുന്നത്, പിന്നെ മരുന്ന് കൊടുക്കുന്നത്, ഫുഡ് കൊടുക്കുന്നത് എല്ലാം നമ്മൾ തന്നെ ചെയ്യുന്നതാണ്. നമുക്ക് ചെയ്ത് തരേണ്ടവര് നമുക്ക് പറഞ്ഞു തരണം. അത് എല്ലാവരും ഒരേ മനസ്സോട് നിൽക്കും. ചില ആൾക്കാർ അവർക്ക് പറ്റൂല എന്നുള്ള രീതിക്കാണ് നമ്മളൊക്കെ സംസാരിക്കുന്നത്. അതെല്ലാം കണ്ടപ്പോൾ ഞാൻ അന്ന് സാറിനെ വിളിച്ചില്ല, എന്നെ തലേന്ന് നമ്മളെ കൊണ്ടാക്കിയത്. അന്ന് തൊട്ട് മെനിങ്ങാന്ന് വരെ ഞാൻ കരഞ്ഞ്
എനിക്കറിയില്ല, എനിക്ക് ആ വാർഡിനകത്തോട്ട് കയറുമ്പോ എപ്പോഴും 60 പേരോളം ഉണ്ട് അതിനകത്ത്. പൊള്ളലേറ്റവര്, കാല് മുറിച്ച ആൾക്കാര്, സർജറി കഴിഞ്ഞ ആൾക്കാര്, അങ്ങനെ പല അസുഖമുള്ള ആൾക്കാരാണ് അവിടെ ഇത് കണ്ടു കഴിഞ്ഞിട്ട് എനിക്ക് ഉറക്കമില്ല. ഞാൻ ഇന്നലെ ഞാൻ വീട്ടിൽ പോയി, എവിടെയെങ്കിലും വീണൊന്ന് ഉറങ്ങണം, ഇല്ലെങ്കിൽ ഞാൻ വീണു പോകുമെന്ന് എനിക്ക് തോന്നിയപ്പോ ഞാൻ ഇന്നലെ വീട്ടിൽ പോയി. പ്രിയപ്പെട്ടവരെ, വിരാമവും അല്പവിരാമവും ഇട്ട് ഈ അമ്മ പറയാതെ പറയുന്ന നൊമ്പരങ്ങൾ ജീവിതത്തെ തിരിച്ചുപിടിക്കാനാവുമെന്ന ഉറപ്പിന്മേൽ മാത്രമാണ്. അവർ തനിച്ചാണ് എന്ന് ബോധ്യമുള്ളവർ, മനസ്സാക്ഷിയുള്ളവർ, അല്ലെങ്കിൽ സാമ്പത്തികമായി കഴിവുള്ളവർ ദയവായി ഈ കണ്ണുനീർ കാണണം. വന്നവരും കണ്ടവരും എല്ലാം ഇനിയും അവരെ തിരക്കണം. 8-ാം വാർഡിലെ ആൾക്കൂട്ടത്തിനിടയിൽ 56-ാം ദിവസവും അവളുണ്ട്, കാര്യമായി ഉണരാതെ തന്നെ. അവൾക്ക് എന്തെങ്കിലും ബെറ്റർ ചികിത്സ കിട്ടാൻ വഴിയുണ്ടോ എന്ന വെപ്രാളത്തിലാണ് ഈ അമ്മ നമ്മോട് ഇതൊക്കെ പറഞ്ഞത്. അവരെ സഹായിക്കാൻ സന്മനസ്സുള്ളവർ ഇനിയും ദയവായി വൈകിക്കരുത്. എൻ്റെ ചാനലിൻ്റെ നമ്പർ ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നു. അവരിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നവർക്ക് എന്നെ ബന്ധപ്പെടാം. നന്ദി.